ശബരിമല സന്നിധാനത്ത് നിന്നും തിരുവാഭരണവും രാജപ്രതിനിധിയും തിരികെ പന്തളത്തേക്ക് മടങ്ങുകയാണ്. പന്തളത്തു നിന്ന് തിരുവാഭരണ വാഹനം സംഘം ശബരീശനെ വണങ്ങി തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മടക്കം കുറിച്ചിട്ടുണ്ട്. ഒപ്പം രാജപ്രതിനിധിയും സന്നിധാനത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശും ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മൾ രാവിലെ 5:30 മുതൽ ഇടതടവില്ലാതെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇന്നത്തെ ചടങ്ങുകൾ? കൃഷ്ണരാജ്, ഇന്ന് പുലർച്ചെ 5:30 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഗുരുതിയോടുകൂടി പൂജാ ചടങ്ങുകളൊക്കെ പരിസമാപ്തിയിലെത്തിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഈ രാജപ്രതിനിധിയുടെ തൊഴുതുമടക്കമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതുകൂടാതെ 12-ാം തീയതി പന്തളം വലിയ കോയിക്കൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര അത് ആ സന്നിധാനത്ത് 14-ാം തീയതി മകരസംക്രമ ദിവസം എത്തിയിരുന്നു. ആ തിരുവാഭരണങ്ങൾ തിരികെയുള്ള യാത്രയും ഇന്ന് രാവിലെ അതും ഒരു ചടങ്ങായിട്ട് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അരുൺ, നമ്മളിപ്പോൾ ഒരു അതിഥി ചേരുകയാണ്. അദ്ദേഹം മലയിറങ്ങുകയായിരുന്നു, നമ്മൾ പിടിച്ചു നിർത്തിയതാണ്. ശബരിമലയുടെ ഇത്രയും ദിവസത്തെ ADM-ആയി 2ാം തവണയാണ് ഇങ്ങനെ ഒരു നിയോഗം കൂടി എത്തിയിരുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു വർഷമാണ് കിട്ടുന്നത്. 2ാം തവണ ഏറ്റവും മനോഹരമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട്, വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസണും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. 54 ലക്ഷത്തിലധികം ആളുകൾ എക്സാക്ട് കണക്കിന് വരുന്നതേ ഉള്ളൂ. നമ്മുടെ മലചവിട്ടി ദൈവത്തെ കണ്ടു മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ വലിയ ആക്ഷേപങ്ങളോ പരാതികളോ ഇല്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു വലിയ അനുഗ്രഹം ഭഗവാന്റെ അല്ലേ? തീർച്ചയായിട്ടും 2ാമത്തെ ഒരു അവസരം കൂടി ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തിപരമായ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം. ഏതായാലും ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ സാക്ഷിയായി പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ, അതായത് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ പോകുന്നു, അതോടൊപ്പം തന്നെ തിരുവാഭരണം സ്വീകരിക്കാൻ പോകുന്നു. ശരിക്കും ജീവിതത്തിലെ അമൂല്യമായ നിമിഷങ്ങളെന്ന് പറയാനല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വന്നിട്ട് 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡ് മാത്രമാണ് ഭഗവാനെ കാണാൻ പലപ്പോഴും ഭക്തർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലും ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ 60 ദിവസം ഇവിടെ നിൽക്കാനും ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാനും കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് കിട്ടുന്ന ഒരു പ്രിവിലേജ് കൂടിയാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഇതെല്ലാം കാണാൻ സാധിച്ചത്. ഈ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ഉണ്ടായിരുന്നു. തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് ഒരു സംതൃപ്തരായിരുന്നില്ല? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വരുന്ന വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ഫീഡ്ബാക്ക് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തുമ്പോഴും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് മേഖലകളുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. അത് തീർത്ഥാടകർ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ ഒരു ഗൗരവമായിട്ട് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഒരു തീർത്ഥാടനം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രണം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്? തിരക്ക് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമുക്കറിയാം സീസൺ തുടങ്ങിയ ആദ്യത്തെ 1-2 ദിവസം തിരക്ക് നിയന്ത്രണം വലിയ തോതിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കത് പൂർണ്ണ തോതിൽ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു. എല്ലാ ദിവസവും ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മകരവിളക്ക് സമയത്ത് 2 ലക്ഷത്തിലധികം 2.5 ലക്ഷത്തോളം ആളുകൾ സന്നിധാനത്ത് മാത്രം തമ്പടിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം ഈ തിരക്കിനോടൊപ്പം ലിങ്ക് ചെയ്താണ് ബാക്കിയെല്ലാം. ഇപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് ആണെങ്കിലും ശരി, ആരോഗ്യ സേവനമാണെങ്കിലും ശരി, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായാൽ ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ തകിടം മറിയുന്നൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, എല്ലാം ഭക്തിപൂർവ്വം ഏറ്റവും സന്തോഷത്തോടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും അതുതന്നെയാണ് ഭക്തരെ സംബന്ധിച്ചോളം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തന്നെയാണ്. എന്തായാലും ഈ ഒരു നിമിഷങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഒരു അതിഥി കൂടിയാണ്. എന്തായാലും ഈ ഒരു നിമിഷം ഇവിടെ എത്തുക എന്ന് പറഞ്ഞ ഒരു വലിയ ഭാഗ്യം തന്നെയല്ലേ? ഭയങ്കര ഭാഗ്യമുണ്ടല്ലേ ഈ വർഷം. തിരക്ക് എவ்வளோ இருந்தாலும் பகவானோட அனுகிரகம் எப்பொழுதும் எல்லா பக்தருக்கும் இருக்கணும். ஜனம் டிவியோட ஃபேமிலிக்கு ஒரு வெளிய தேங்க்ஸ். ஜனம் டிவி brings ஐயப்பன் at every house, the divinity of ஐயப்பன். ஜனம் டிவி ஃபேமிலிக்கு பகவானோட அனுகிரகம், ஐயப்பனோட அனுகிரகம் என்னைக்கும் தீர்ச்சியாக இருக்கணும். சுவாமி சரணம், தத்துவமசி.
ആ വാക്ക് തന്നെയാണ്. എന്തായാലും ഈ ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ കഴിയുക ഇപ്പോൾ ഏറ്റവും വൈകാരികമായ ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മനസ്സിൽ വലിയ സന്തോഷമല്ലേ? വളരെ സന്തോഷം, വളരെ സന്തോഷം. രാജാവുടെ അനുഗ്രഹം എടുത്ത്, അയ്യപ്പനോട് അനുഗ്രഹം എടുത്ത് എല്ലാ ഭക്തന്മാർക്കും അവരോട് രാജാവുടെ അനുഗ്രഹത്തെ എടുക്കുന്നത് വളരെ 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 ഒരു ഭാഗ്യമുണ്ട്, സൗഭാഗ്യമുണ്ട്. സ്വാമി ശരണം. എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും തീർച്ചയായും ഇത് തന്നെയാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനപരമായ നിമിഷമാണ്. ഈ നട തുറക്കുന്ന അന്ന് മുതൽ ഏറ്റവും ഒടുവിൽ ഈ പടി അടയ്ക്കുന്നത് വരെയുള്ള ഈ തത്സമയ ദൃശ്യങ്ങൾ, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും നമുക്ക് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ നിയോഗമായി തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഏറ്റവും പവിത്രമായ ചടങ്ങുകൾക്കൊക്കെ തന്നെയും സാക്ഷ്യം വഹിക്കാൻ പറ്റിയിരുന്നു. എന്തായാലും ഇനി തിരുവാഭരണത്തിന്റെ മടക്കയാത്ര, അതോടൊപ്പം തന്നെ മടക്കയാത്ര, ഏതൊരു കാര്യവും തുടക്കം മുതൽ ഒടുക്കം വരെ പൂർത്തിയായി അതിനു താഴെ ഒരു അടിവരയിടലുണ്ട്, അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് ചാർത്തലുണ്ട്. അതാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. എല്ലാ വീടുകളിലും ശബരിമലയെ എത്തിച്ചത് ജനം TV ആണ് എന്ന അഭിനന്ദന വാക്കുകൾ. ആ ഒരു മണ്ഡലകാലം, മകരവിളക്ക് ഒക്കെ ഓർത്തൊന്ന് പറയും. തീർച്ചയായും ഈ ഒരു നിമിഷം അത് ഓർത്തു പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് വൈകാരികമായി പോകും. കാരണം അത് തന്നെയാണ്. കാരണം നമുക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു വൈകാരികമായ മുഹൂർത്തമാണ് 60 ദിവസം അല്ലെങ്കിൽ 63 ദിവസം ഭഗവാന്റെ വൃശ്ചികം 1 മുതലുള്ള ആ ദിവസങ്ങൾ. ശരിക്കും ഇവിടെ എത്തുക എന്നത് അത് ഓരോ ഭക്തനാകട്ടെ, ഓരോ ഉദ്യോഗസ്ഥനാകട്ടെ, നേരത്തെ ADM അടക്കം പറഞ്ഞതുപോലെ തന്നെ ഒരു നിയോഗമാണ്. ഭഗവാൻ വിളിച്ചാൽ ഇവിടേക്ക് എത്തും. ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഓർത്തെടുക്കാനും പറയാനുമുള്ള ആ വാക്കുകളൊക്കെ തന്നെയും അല്പസമയങ്ങൾക്ക് മുമ്പ് ആ സ്വാമി പറഞ്ഞു. അതുതന്നെയാണ്. എന്തായാലും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഭക്തരൊക്കെ ഒന്നാകെ ഈ വർഷം എത്ര തവണയാണ് മല കയറിയത്? നിലവിൽ വൃശ്ചികം 1 മുതൽ ഉണ്ടായിരുന്നു. ഒരു 24 ദിവസം ഭഗവാന്റെ സന്നിധിയിലുണ്ടായിരുന്നു. അതിനുശേഷം മലയിറങ്ങിയിരുന്നു. പിന്നെ വിളക്കിനാണ് എത്തിയിരുന്നത്. എന്തായാലും ആ വിളക്കിന് ശേഷം ഇന്ന് ഈ ഒരു നിമിഷം വരെയും ഭഗവാൻ ഇവിടെ നിർത്തിയിരുന്നു. എന്തായാലും ആ ചടങ്ങുകൾക്കൊക്കെ, പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ തന്നെ സാക്ഷിയാകാൻ കഴിഞ്ഞു. എന്തായാലും ഗോകുലും അവസാനം നമുക്കൊപ്പം ഈ ഒരു ചടങ്ങുകൾക്ക്, പ്രത്യേകിച്ച് പമ്പയിലും നിലയ്ക്കലും ഒക്കെയുള്ള കൃത്യമായി തന്നെ ഭക്തർ നേരിടുന്ന ഓരോ വെല്ലുവിളികളും അത് കൃത്യമായി തന്നെ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. അതുതന്നെയാണ് തിരക്ക് നിയന്ത്രണങ്ങളിലൊക്കെ തന്നെ, അതായത് നേരത്തെ ADM പറഞ്ഞ പോലെ തന്നെ തിരക്ക് നിയന്ത്രണം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഉള്ളത്. ആ തിരക്ക് നിയന്ത്രണം മൂലമുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും അതിനുള്ള കൃത്യമായുള്ള ഒരു ഫലം അല്ലെങ്കിൽ ഇടപെടൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ തവണയും ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യം. എന്തായാലും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ പോകുന്നത്. എന്തായാലും പൂർണ്ണമായും നട അടച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പൂർണ്ണ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, വളരെ വൈകാരികമായാണ് പന്തളം കൊട്ടാര പ്രതിനിധി, രാജപ്രതിനിധി പ്രതികരിച്ചത്, നാരായണവർമ്മ. അതുകൂടി കൃഷ്ണരാജ അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ഠങ്ങൾ ഇടറങ്ങിക്കൊണ്ടായിരുന്നു ആ പ്രതികരണം. അവസാനം ആ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മളോട് പ്രതികരിച്ചത് പ്രധാനമായിട്ടും ഒരു മുജ്ജന്മ സുഹൃതം, പ്രത്യേകിച്ച് ഒരു മകനായിട്ട് കണ്ടുകൊണ്ട് അയ്യപ്പൻ്റെ തിരുമുന്നിൽ നിന്ന് അദ്ദേഹവും ആ മണികണ്ഠനും മാത്രമായിട്ടുള്ള ആ നിമിഷങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും, ആ ഒരു അനുഭൂതി എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ നിമിഷങ്ങളെ തനിക്കിനിയും അത് പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം ആത്മനിർവൃതിയോട് കൂടിയിട്ടാണ് ആ നിമിഷങ്ങളിൽ അവിടെ നിന്നിരുന്നത്, മനസ്സലിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. അതിനെപ്പറ്റി വിശേഷിപ്പിക്കുകയാണെങ്കിൽ തന്റെ കണ്ണ് നിറഞ്ഞു പോകും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിയോഗം. അത് തന്നെയാണ്. ഇനി എന്തായാലും ആ യാത്ര ഇപ്പോൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ആ തിരുവാഭരണ ഘോഷയാത്ര അത് വന്നതുപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇനി 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് തിരികെ പന്തളത്തേക്കുള്ളത്. അത് കാനന പാത വഴിയാണ്, തിരുവാഭരണ പാത വഴി തന്നെയാണ് ആ യാത്ര കടന്നു പോകുന്നത്. തിരികെ പോകുന്ന വഴി നാളെ പെരുന്നാട് ക്ഷേത്രത്തിലും ഈ തിരുവാഭരണങ്ങൾ എത്തിക്കും. അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് പെരുന്നാട് ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് നാളെ 12:30 മണി മുതൽ, ഉച്ചയ്ക്ക് 12:30 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്ത് അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും അവിടെ നിന്നും മറ്റന്നാൾ പുലർച്ചെ യാത്ര ആരംഭിക്കും. തുടർന്ന് ആറന്മുള ക്ഷേത്രത്തിൽ 22-ാം തീയതി ഈ തിരുവാഭരണ പേടകങ്ങൾ തുറന്ന് തീർത്ഥാടകർക്ക് ദർശിക്കുവാനുള്ള അവസരമുണ്ട്. 23-ാം തീയതിയാണ് പന്തളത്ത് തിരുവാഭരണ ഘോഷ
ഘോഷയാത്രയും ഒപ്പം രാജപ്രതിനിധിയും മടങ്ങിയെത്തുന്നത്. പന്തളത്തെത്തുന്ന ഈ തിരുവാഭരണത്തിനും രാജപ്രതിനിധിക്കും രാജകീയമായിട്ടുള്ള സ്വീകരണം പന്തളം കൊട്ടാരം നൽകും. അതിനുശേഷം പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് ഈ തിരുവാഭരണങ്ങൾ മാറ്റുന്നതോടുകൂടി എല്ലാ ചടങ്ങുകൾക്കും ഔദ്യോഗികമായിട്ടും ആചാരപരമായിട്ടും ശുഭ പര്യവസാനമാകും. എന്തായാലും ശബരിമലയിലെ ഈ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്ഥാടനത്തിന് ആദ്യ കാലഘട്ടത്തിലൊക്കെ ചില അസൗകര്യങ്ങളുടെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഒരു ഭംഗവും കൂടാതെ അതിൻ്റെ ആ ഒരു മഹത്വം ഉൾക്കൊണ്ട് തന്നെ ശബരിമലയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ശരി, ഒരു വലിയ ഭാഗ്യമാണ് ഇരുവർക്കും സിദ്ധിച്ചത്. ഇത്രയും വൈകാരികമായ നിമിഷങ്ങൾ നേരിൽ കാണാൻ, അത് പ്രേക്ഷകരിൽ എത്തിക്കാനൊക്കെ അരുൺ കൊടുങ്ങൂരിനും ഗോകുൽ രമേശിനും കഴിഞ്ഞു എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം.